മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇഷ്ടക്കാരനായ എം.ആർ. അജിത് കുമാറിന് അടുത്ത തവണ DGP ആകാൻ കഴിയാതെ വരുമോ? സീനിയോറിറ്റി ഉള്ള മറ്റൊരു പോലീസ് മേധാവി അവിടെ എത്തുമോ? വല്ലാതെ ആശങ്കയിലാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് എം.ആർ. അജിത് കുമാർ. നമ്മൾ കണ്ടതാണ്, എം.ആർ. അജിത് കുമാർ ഇത്രയും കാലം പിണറായി വിജയൻ്റെ പിന്നാലെ നടക്കുകയും പിണറായി വിജയൻ പറയുന്നത് മുഴുവൻ അനുസരിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിൽ കാണുമ്പോൾ അത് മരത്തിൽ കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവനുമായിരുന്നു എം.ആർ. അജിത് കുമാർ. അവസാനം ഇപ്പോൾ പിടിവീണതും നടപടിയെടുത്ത് മാറി നിൽക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിരിക്കുന്ന എം.ആർ. അജിത് കുമാറിന് എല്ലാ കാര്യങ്ങളും ചെയ്ത്, അതായത് വലിയ വിവാദമായ RSS മേധാവിയെ കണ്ടു എന്ന വിഷയം ഉൾപ്പെടെയുള്ള പൂരം കലക്കിയതിന് പ്രധാന ഉത്തരവാദി എന്ന ഉൾപ്പെടെയുള്ള ഇതെല്ലാം ചെയ്തത് എം.ആർ. അജിത് കുമാറാണെന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു കേസും കോടതിയിൽ എത്തിയിട്ടില്ല, കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എം.ആർ. അജിത് കുമാർ കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല. പക്ഷേ ഇതൊക്കെ ചെയ്തത്, ഇത്രയെല്ലാം ആരോപണത്തിന് വിധേയനാവുകയും ഇതെല്ലാം അദ്ദേഹം ചെയ്തു എന്ന് വരുന്നതും അദ്ദേഹത്തിന് അടുത്ത DGP ആകാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർവ്വ അനുഗ്രഹ ആശംസകളും തന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും DGP ആകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ അജിത് കുമാർ ഇതെല്ലാം ചെയ്തു വച്ചത്. പക്ഷേ എല്ലാം വൃഥാലാകുമോ? ഇപ്പോൾ SPGയുടെ IG ആയി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, സുരേഷ് രാജ് പുരോഹിത് എന്ന് പറയുന്ന പോലീസ് മേധാവി. അദ്ദേഹം തിരിച്ച് ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് കേരളത്തിലേക്ക് തിരിച്ചു വരും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിന് സീനിയോറിറ്റി കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ സുരേഷ് രാജ് പുരോഹിത് DGP ആയി മാറിക്കൂടായികയില്ല. കാരണം അദ്ദേഹം SPGയുടെ മേധാവിയായിരുന്നു, IG ആയിരുന്നു. കേന്ദ്രത്തിൽ മോദിജിയുടെയും അമിത്ഷായുടെയും പ്രിയങ്കരനുമാണ്. കാരണം മോദിജിയുടെ SPGയുടെ ചുമതലക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ സംരക്ഷകനാണ്. അപ്പോൾ മോദിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്, പ്രധാനമന്ത്രി മോദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഈ സുരേഷ് രാജ് പുരോഹിത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഡെപ്യൂട്ടേഷനിലാണ് കേന്ദ്രത്തിലേക്ക് പോയിരിക്കുന്നത്. ഡെപ്യൂട്ടേഷൻ കാലാവധി അദ്ദേഹത്തിന് പൂർത്തിയാകുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു കേരളത്തിലേക്ക് വരും. കേരളത്തിൽ വരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി അനുസരിച്ചിട്ട് അദ്ദേഹവും ഈ DGP ആകാനുള്ള ലിസ്റ്റിൽ പെടുകയും ചെയ്യും. അങ്ങനെ DGP ആകാനുള്ള ലിസ്റ്റിൽ പെടുകയാണെങ്കിൽ പൊതുവെ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും 10 പേരുടെ ലിസ്റ്റാണ് കേരള ഗവൺമെൻറ് കേന്ദ്രത്തിലേക്ക് അയക്കുന്നത്. 10 അതിൽ കുറവുള്ള ആൾക്കാരുടെ ലിസ്റ്റ് കേന്ദ്രത്തിലേക്ക് അയക്കാം. അതിൽ നിന്നും 3 പേരടങ്ങുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് കേന്ദ്രം തയ്യാറാക്കും. കേന്ദ്രം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ UPSC തയ്യാറാക്കും. UPSC ആണ് അത്തരത്തിൽ 3 പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് താല്പര്യമുള്ള സുരേഷ് രാജ് പുരോഹിതിൻ്റെ പേര് ഈ 3 പേരുടെ പേരിൽ ഉൾപ്പെടുത്തും. അങ്ങനെ 3 പേരുടെ പേരിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എം.ആർ. അജിത് കുമാറിൻ്റെ പേര് അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ വരും. കാരണം അദ്ദേഹത്തിന് സീനിയോറിറ്റി കുറവാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സുരേഷ് രാജ് പുരോഹിത് വന്നില്ല എങ്കിൽ കേരളത്തിലെ പട്ടികയിൽ വരുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ 3 പേരെന്ന് പറയുന്നത് നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം. ഇവർ 3 പേരാണ് DGP പട്ടികയിൽ 3 പേരായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത. അതിനെ അട്ടിമറിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ താല്പര്യത്തോടുകൂടി കേന്ദ്രത്തിലേക്ക് ലിസ്റ്റ് അയക്കുകയും കേന്ദ്രത്തിൽ RSS മേധാവികളെ ഉൾപ്പെടെ കണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിലെ പല ആൾക്കാരെയും കണ്ടിട്ട് അവരിൽ സ്വാധീനം നടത്തി ഈ 3 പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ അജിത് കുമാറിൻ്റെ പേരുകൾ ഉൾപ്പെടുത്തി തിരിച്ചിങ്ങോട്ട് അയപ്പിക്കാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമവും. ഇവിടെ വരുമ്പോൾ കൃത്യമായിട്ട് 3 പേരുടെ പേരിൽ ആ 3 പേരിൽ ഒരാൾ അജിത് കുമാർ ആണെങ്കിൽ കണ്ണുമടച്ച് പിണറായി വിജയൻ അജിത് കുമാറിനെ DGP ആക്കുകയും ചെയ്യും. പക്ഷേ അതിനുള്ള സാധ്യത മങ്ങുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് DGP ആകാൻ ഒരു തടസ്സവുമില്ല, എം.ആർ. അജിത് കുമാറിന് തടസ്സമില്ല എന്നും അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം കൊടുക്കുകയോ അദ്ദേഹത്തിനെതിരെ കേസ് വാദം നടക്കുകയോ അദ്ദേഹത്തിനെ കുറ്റവാളിയെന്നോ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ലാത്ത ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഈ DGP ആകാൻ യാതൊരു ബുദ്ധിമുട്ടും. എന്തായാലും 2025 ഏപ്രിൽ മാസത്തിലാണ് പുതിയ DGP ആകുന്നത്. ആ DGP ആകുമ്പോൾ ചില 25 പോലീസ് മേധാവിയുടെ 3 അംഗ ചുരുക്കപ്പട്ടികയിൽ സാധ്യത ഉണ്ട്. ആ സാധ്യതയുണ്ട്. ആ സാധ്യതാ പട്ടിക എങ്ങനെയാണെന്നാണ്. സാധ്യത 1, നിലവിലെ സീനിയോറിറ്റി പ്രകാരം നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും കേന്ദ്ര പട്ടികയിലെ 3 പേരാകും. അതിലൊരാളെ പിണറായിക്ക് DGP ആക്കും. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നുള്ള
രവട ചന്ദ്രശേഖറും 2022 വിരമിക്കുന്നത്. ചന്ദ്രശേഖർ മടങ്ങിയെത്തുമോ എന്നതും നിർണായകമാണ്. ഈ സുരേഷ് രാജ് പുരോഹിതനോടൊപ്പം തന്നെ ചന്ദ്രശേഖർ മടങ്ങി വരുമോ എന്നുള്ളത് പ്രശ്നമാണ്. രണ്ടാമത്തെ സാധ്യത നമുക്കൊന്ന് നോക്കാം. DGP ആകാൻ നിതിൻ അഗർവാൾ വിസമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കാരണം അദ്ദേഹത്തിന് താല്പര്യമില്ല ഇങ്ങനെ, കാരണം അദ്ദേഹം BSFന്റെ തലവനായി ഇരുന്ന ആളാണ്. അദ്ദേഹത്തിന് പിന്നെ ഇവിടെ വന്നിട്ട് കേരളത്തിലെ പോലീസിന്റെ തലവനാകാൻ വലിയ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം നിതിൻ അഗർവാളിന് വിസമ്മതം അറിയിക്കുകയും സുരേഷ് രാജ് പുരോഹിത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തുടരുകയും ചെയ്താൽ സീനിയോറിറ്റി പ്രകാരം യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും MR അജിത്കുമാറും ആദ്യ 3 സ്ഥാനങ്ങളിലെത്തും. അതായത് ഇദ്ദേഹം അടുത്ത സീനിയോറിറ്റി വരേണ്ട നിതിൻ അഗർവാൾ എന്തായാലും തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. സുരേഷ് രാജ് പുരോഹിത് കേന്ദ്രത്തിൽ തന്നെ നിൽക്കുകയും കേരളത്തിലേക്ക് തിരിച്ചു വരാതിരിക്കുകയും ചെയ്താൽ 3 പേരുടെ ലിസ്റ്റിൽ അജിത് കുമാർ വരും. അതായത് മനോജ് എബ്രഹാമിനോടൊപ്പം യോഗേഷ് ഗുപ്തയ്ക്കൊപ്പം MR അജിത്കുമാറും വരും. അങ്ങനെ 3 പേര് വരികയാണെങ്കിൽ MR അജിത്കുമാറിൻ്റെ പേര് കൃത്യമായിട്ട് കണ്ണടച്ചുകൊണ്ട് തത്ത കൊത്തിയെടുക്കുന്ന പോലെ പിണറായി കൊത്തിയെടുക്കുകയും ചെയ്യും. അതെ, ഇനി മൂന്നാമത്തെ സാധ്യത എന്തെന്ന് പറഞ്ഞാൽ DGP ആകാൻ നിതിൻ അഗർവാൾ എന്തായാലും വിസമ്മതം പറഞ്ഞു. അങ്ങനെ വിസമ്മതം പറയുകയും സുരേഷ് രാജ് പുരോഹിത് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ തിരിച്ചെത്തുകയും ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ തിരിച്ചെത്തിയില്ലെങ്കിൽ എന്നാണ് അജിത് കുമാർ ലിസ്റ്റിൽ പെടുമെന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയാണ്. നിതിൻ അഗർവാൾ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും മാറി നിൽക്കുകയും ഈ സുരേഷ് രാജ് പുരോഹിത് ഇപ്പോൾ SPGയുടെ IG ആയിട്ട് നിൽക്കുന്ന സുരേഷ് രാജ് പുരോഹിത് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ തിരിച്ചെത്തുകയും ചെയ്താൽ സീനിയോറിറ്റി പ്രകാരം യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും സുരേഷ് രാജ് പുരോഹിതും ആദ്യ സ്ഥാനങ്ങളിലെത്തും. അപ്പോൾ അജിത് കുമാർ ഔട്ടാകും. അങ്ങനെ വരുമ്പോൾ അജിത് കുമാറിന് DGP ആകാൻ എന്നുള്ള മോഹം ഇല്ലാതാവും. പിണറായി വിജയനും അക്കാര്യത്തിൽ വലിയ വിഷമമായിരിക്കും. അദ്ദേഹത്തിനും വലിയ മോഹഭംഗം ഉണ്ടാകാനാണ് സാധ്യത.